പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പൊതുവെ എല്ലാവർക്കും അറിയാം. ഇഫിലോ അൺലെസ്സിലോ തുടങ്ങുന്ന ഒരു ക്ലോസ് അടങ്ങുന്ന സെൻറ്റൻസ് ആണ് കണ്ടീഷണൽ സെൻറ്റൻസ്. പരീക്ഷകളിൽ സാധാരണ വരുന്നത് ഇഫ് അടങ്ങുന്ന കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. കുറച്ച് ചോദ്യങ്ങളെ അൺലെസ്സുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇഫ് എന്ന അർത്ഥം തന്നെയാണ് അൺലെസ്സിനുള്ളതെങ്കിലും അൺലെസ് നെഗറ്റീവ് അർത്ഥം തരുന്നു എന്ന വ്യത്യാസമേ ഉള്ളൂ. അതായത് ഇഫ് നോട്ട് എന്ന അർത്ഥത്തിലാണ് അൺലെസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസ് എടുത്താൽ ഇഫ് യു ടിക്കിൾ മീ ഐ വിൽ ടിക്കിൾ യു, ഇങ്ങനെ ഒരു സെൻറ്റൻസ് എടുത്താൽ അത് ഒരു കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. സാധാരണഗതിയിൽ വളരെ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താവുന്ന ചോദ്യങ്ങളാണ് കണ്ടീഷണൽ സെൻറ്റൻസിൽ നിന്ന് വരുന്നത്. ഇഫ് യു ടിക്കിൾ മീ ഐ വിൽ ടിക്കിൾ യു എന്ന് പറയുമ്പോൾ ഇഫ് അടങ്ങുന്ന ഇഫ് യു ടിക്കിൾ മീ, ആ സെൻറ്റൻസ് നമുക്ക് പൂർണ്ണമായ അർത്ഥം തരുന്നില്ല. താൻ എന്നെ ഇക്കിളിപ്പെടുത്തുകയാണെങ്കിൽ എന്നാണ് അർത്ഥം. അതിൻ്റെ പൂർണ്ണമായ അർത്ഥം കിട്ടുന്നില്ല. പൂർണ്ണമായ അർത്ഥം കിട്ടണമെങ്കിൽ ഐ വിൽ ടിക്കിൾ യു, ഞാൻ നിന്നെ ഇക്കിളിപ്പെടുത്തും എന്ന പൂർണ്ണമായ അർത്ഥം കിട്ടുന്ന സെൻറ്റൻസിനെ ആശ്രയിക്കണം. അപ്പോൾ താൻ എന്നെ ഇക്കിളിപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ തന്നെ ഇക്കിളിപ്പെടുത്തും എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം വരുന്നത്. അപ്പം ഇഫ് അടങ്ങുന്ന സെൻറ്റൻസ്, ഇഫ് ഒരു കൺജങ്ഷനാണ്, കൺജങ്ഷനോട് ചേർന്ന് ഒരു സെൻറ്റൻസ് വന്നാൽ അതിന് പൂർണ്ണമായ അർത്ഥം കിട്ടില്ല. ആ പൂർണ്ണമായ അർത്ഥം കിട്ടാത്ത സെൻറ്റൻസിനെ സാധാരണ സബോർഡിനേറ്റ് ക്ലോസ് എന്നാണ് പറയുന്നത്. പൂർണ്ണമായ അർത്ഥം കിട്ടുന്ന സെൻറ്റൻസിനെ പറയുന്ന പേര്, സാധാരണ പറയുന്ന പേര് മെയിൻ ക്ലോസ് എന്നാണ്. അതിന് പ്രിൻസിപ്പൽ ക്ലോസ് എന്നൊരു പേരും കൂടി ഉണ്ട്. അപ്പോൾ ഒരു സബോർഡിനേറ്റ് ക്ലോസും പൂർണ്ണമായ അർത്ഥം കിട്ടാത്ത ഒരു സെൻറ്റൻസും അതുപോലെ ഒരു മെയിൻ ക്ലോസും പൂർണ്ണമായ അർത്ഥം കിട്ടുന്ന ഒരു സെൻറ്റൻസും അടങ്ങുന്ന കോംപ്ലക്സ് സെൻറ്റൻസ് ആണിത്. ഇഫ് വന്നാൽ അല്ലെങ്കിൽ അൺലെസ് വന്നാൽ അതൊരു കോംപ്ലക്സ് സെൻറ്റൻസ് ആയിട്ടാണ് മാറുന്നത്. കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥം കിട്ടുന്ന ഒരു സെൻറ്റൻസും പൂർണ്ണമായ അർത്ഥം കിട്ടാത്ത മറ്റൊരു സെൻറ്റൻസും കൂടി ചേരുമ്പോഴാണ്. പൂർണ്ണമായ അർത്ഥം കിട്ടുന്ന രണ്ട് സെൻറ്റൻസ് കൂടി ചേരുമ്പോൾ അതിൻ്റെ പേര് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. പൂർണ്ണമായ അർത്ഥം കിട്ടുന്ന ഒരൊറ്റ സെൻറ്റൻസേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ പേരാണ് സിമ്പിൾ സെൻറ്റൻസ്. ഇവിടെ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ കാര്യമായിട്ട് നമ്മൾ അത്ര ആഴത്തിലൊന്നും പഠിക്കേണ്ട ഒന്നുമില്ല. ഇത് ശ്രദ്ധിക്കാൻ ഇത്രയേ ഉള്ളൂ. ഇഫ് ക്ലോസിൽ വരുന്ന ടെൻസ് ഏതാണോ അതിനനുസരിച്ചുള്ള ടെൻസ് മെയിൻ ക്ലോസിൽ വരണം. ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് പൂർണ്ണമായ അർത്ഥം കിട്ടാത്ത സബോർഡിനേറ്റ് ക്ലോസ്. സബോർഡിനേറ്റ് ക്ലോസിൽ പ്രസന്റ് സിമ്പിൾ ടെൻസ് വന്നാൽ തൊട്ട് അപ്പുറത്ത, അതായത് മെയിൻ ക്ലോസിൽ വരുന്നത് ഒരു ഫ്യൂച്ചറിനെ കാണിക്കുന്ന സെൻറ്റൻസ് ആയിരിക്കും. ഇവിടെ കൊടുത്ത ഉദാഹരണം നോക്കുക. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദി എക്സാം. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദി എക്സാം. ഇഫ് യു സ്റ്റഡി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇഫ് യു സ്റ്റഡി എന്നതിലെ ഈ സ്റ്റഡിയുടെ കൂടെ ഒന്നുമില്ല, സിമ്പിൾ പ്രസന്റ് ആണ് വന്നിട്ടുള്ളത്. അതവിടെ ഇഫ് ഷീ എന്നാണെങ്കിൽ സ്റ്റഡിക്ക് പകരം സ്റ്റഡീസ് എന്ന് വരും. കാരണം എസ് ചേർക്കണമല്ലോ. സിമ്പിൾ പ്രസന്റിൽ ഈ ഷീ വന്നാൽ, ഏകവചനം വന്നാൽ. അപ്പോൾ ഇവിടെ സ്റ്റഡി സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ട് തൊട്ടപ്പുറത്ത് വന്നത് വിൽ പാസ് എന്നാണ്. അപ്പോൾ
വില്ല് എന്നതും പ്രസന്റ് ഫോമാണ്. ഇഫ് ഷീ പാസസ് ദി എക്സാം ഐ വിൽ ഗിവ് ഹർ എ വാല്യുബിൾ ഗിഫ്റ്റ്. ഇഫ് ഷീ പാസസ് പ്രസന്റ് സിമ്പിൾ, അപ്പുറത്ത് വിൽ ഗിവ് എന്ന് വന്നു. ഇഫ് മൈ ഫാദർ ബ്രിങ്സ് എ സെൽഫോൺ ഐ വിൽ പ്രസന്റ് ഇറ്റ് ടു യു. ബ്രിങ്സ് പ്രസന്റ് സിമ്പിൾ, അപ്പുറത്ത് വിൽ പ്രസന്റ്. ഇഫ് രാധിക ലവ്സ് രോഹിത് he will marry her. ലവ്സ് സിമ്പിൾ പ്രസന്റ്, വിൽ മാരി. ഇഫ് യു സ്റ്റാർട്ട് നൗ യു ക്യാൻ ക്യാച്ച് ദ ട്രെയിൻ. സ്റ്റാർട്ട് സിമ്പിൾ പ്രസന്റ്, ക്യാന് പ്രസന്റ് ഫോമാണ്. വിൽ തന്നെ ഉപയോഗിക്കണമെന്നില്ല. ചില സമയത്ത് ക്യാൻ വരാം, ചില സമയത്ത് മേ വരാം. ചില സമയത്ത് അത് ഐയും വിയും വരുന്ന സമയത്ത് ചിലപ്പോൾ ഷാലും വരാം. അപ്പോൾ ഈ നിയമമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള വേർബാണ് ഇഫ് ക്ലോസിൽ ഉള്ളതെങ്കിൽ അപ്പുറത്ത് വിൽ പ്ലസ് V1 ആണ് വരാം. ഇതാണ് ഒരു നിയമം. ഈ സെന്റൻസിനെ പറയുന്നത് ലൈക്ലി കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ പ്രോബബിൾ കണ്ടീഷണൽ സെന്റൻസ് എന്നും പറയാറുണ്ട്. പ്രോബബിൾ കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഭവിക്കാൻ സാധ്യതയുള്ളത്, സംഭവിക്കാൻ 90% അല്ലെങ്കിൽ ഉറപ്പായിട്ട് സംഭവിക്കും എന്ന് വരുന്നില്ല. ഉറപ്പായിട്ട് സംഭവിക്കുന്നില്ല, സംഭവിക്കാൻ സാധ്യതയുള്ളത്. ആ സാധ്യത കൂടുതലാണ്. 90% എടുക്കാം നമുക്ക്, അല്ലെങ്കിൽ 95% എടുക്കാം. 100% എടുക്കാൻ പറ്റില്ല. അത് നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ലല്ലോ. എത്ര പഠിച്ചാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ പാസ്സാകണമെന്നില്ല. പഠിക്കാതിരിക്കുന്ന ആൾ പാസ്സാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനെ പ്രോബബിൾ, സംഭവിക്കാൻ സാധ്യത ഉള്ളത് എന്ന അർത്ഥത്തിൽ വരുന്നത്. അപ്പോൾ ഈ പ്രോബബിൾ കണ്ടീഷണൽ സെന്റൻസിൽ ഇഫ് അടങ്ങുന്ന സെന്റൻസിൽ വരുന്നത്, അതായത് സബോർഡിനേറ്റ് ക്ലോസിൽ വരുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. കൂടെയുള്ള ഈ മെയിൻ ക്ലോസിൽ വരുന്നത് വിൽ പ്ലസ് V1 ആയിരിക്കും. വില്ലിന് പകരം ചിലപ്പോൾ ക്യാൻ വരാം, മേ വരാം, അല്ലെങ്കിൽ ഷാല് വരാം. ഷാല് സാധാരണ വരുന്നത് ഐയുടെയും വിയുടെയും കൂടെ ആയിരിക്കും. ഇനി ചില സമയത്ത് ഈ സ്റ്റഡി പ്രസന്റ് സിമ്പിൾ ആണല്ലോ, പ്രസന്റ് സിമ്പിളിന് പകരം പാസ്റ്റ് സിമ്പിൾ വരാം, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്റ്റഡിയുടെ പാസ്റ്റ് സിമ്പിൾ ടെൻസ് സ്റ്റഡീഡ് എന്നാണ്. അടുത്ത സെന്റൻസുകൾ നോക്കുക. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് ദി എക്സാം. സ്റ്റഡീഡ് പാസ്റ്റ് ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ തൊട്ടപ്പുറത്ത് വില്ലിന്റെ പാസ്റ്റ് ഫോമായ വുഡ് ഉപയോഗിച്ചു. ഇവിടെ വില്ല് ഉപയോഗിക്കാൻ പാടില്ല. സ്റ്റഡീഡിന്റെ കൂടെ വില്ല് വേണ്ട, അവിടെ വുഡ് വേണം. എന്നാൽ സ്റ്റഡിയുടെ വുഡ് വേണ്ട, അവിടെ വില്ല് വേണം. ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. ഇവിടെ സിമ്പിൾ പാസ്റ്റ്, അപ്പുറത്ത് പാസ്റ്റ് ഫോമായ വുഡ് കാണിക്കുന്നത് ഫ്യൂച്ചറിനെ തന്നെയാണ്. വുഡ് പാസ്. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് ദി എക്സാം. ഇഫ് ഷീ പാസ്ഡ് ദി എക്സാം ഐ വുഡ് ഗിവ് ഹർ എ വാല്യുബിൾ ഗിഫ്റ്റ്. ഇഫ് മൈ ഫാദർ ബ്രോട്ട് എ സെൽ ഫോൺ ഐ വുഡ് പ്രസന്റ് ഇറ്റ് ടു യു. ഇഫ് രാധിക ലവ്ഡ് രോഹിത് he would marry her. If you started now you could catch the train. ക്യാനിന് പകരം അതിൻ്റെ പാസ്റ്റായ കുഡ് ഉപയോഗിക്കുന്നു. ഇപ്പൊ ക്യാനിന് പകരം കുഡ് ഉപയോഗിക്കുന്നത് പോലെ മേ ആണെങ്കിൽ അത് മൈറ്റ് വരാം. ഐയുടെ കൂടെ വിയുടെ കൂടെയും ഷാലിന് പകരം ഷുഡും വരാം. അപ്പൊ പാസ്റ്റുകളുള്ള ഓക്സിലറി വേർബായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇഫ് ക്ലോസിന്റെ കൂടെ
സബോർഡിനേറ്റ് ക്ലോസിൻ്റെ കൂടെ ഒരു ഓക്സിവ് സാധാരണ ഉണ്ടാവില്ല. അതേസമയം മെയിൻ ക്ലോസിൻ്റെ കൂടെ ഒരു ഓക്സിവ് വേണം. ആ ഓക്സിവ് ഒന്നിക്ക് വില്ല് അല്ലെങ്കിൽ വുഡ്. വില്ല് പ്രസൻറ്റ് സിമ്പിളിലെ പറ്റൂ, വുഡ് പാസ്റ്റ് സിമ്പിളിൽ ഉപയോഗിക്കണം. അപ്പം ഇതാണ് നിയമം. ഇതിനെ ഇംപ്രോബബിൾ കണ്ടീഷണൽ സെൻറ്റൻസ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സാധ്യത ഇല്ലാത്തത്. നേരത്തെ പറഞ്ഞത് പ്രോബബിൾ കണ്ടീഷണൽ ക്ലോസ് ആണ്, സാധ്യത ഉള്ളതാണ്. ഇത് സാധ്യത ഇല്ലാത്തതാണ്. ഇത് പാസ്റ്റ് ടെൻസ് കണ്ടുകൊണ്ട് സംഭവം കഴിഞ്ഞു എന്ന് ധരിക്കരുത്. സംഭവം കഴിഞ്ഞിട്ടില്ല. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് ദി എക്സാം എന്ന് പറഞ്ഞാൽ നീ നന്നായി പഠിച്ചാൽ പാസ്സാകേണ്ടതാണ് എന്നാണ് അർത്ഥം. നീ നന്നായി പഠിച്ചാൽ പാസ്സാകേണ്ടതാണ്. അതുകൊണ്ട് നീ നന്നായിട്ടൊന്ന് പഠിക്കാൻ നോക്ക്. പക്ഷെ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നീ നന്നായിട്ട് പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നീ പാസ്സാവുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ സാധ്യത കുറവാണ്. നേരത്തെ പറഞ്ഞ പ്രോബബിൾ കണ്ടീഷനിൽ 90% സാധ്യത ഉണ്ടെങ്കിൽ, അതായത് പാസ്സാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ, ഇവിടെ പാസ്സാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് 90% വേണമെങ്കിൽ എടുക്കാം, അത്രയും ശതമാനം എടുത്ത പാസ്സാവില്ല. 10%-ത്തിലേ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അപ്പൊ നീ നന്നായി പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാകേണ്ടതാണ്. എനിക്ക് തോന്നുന്നില്ല നീ നന്നായി പഠിക്കുമെന്നും നീ പാസ്സാകുമെന്നും. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അല്ലാതെ ഇതിനെ നീ നന്നായി പഠിച്ചിരുന്നുവെങ്കിൽ നീ പാസ്സാകുമായിരുന്നു എന്ന അർത്ഥം ചിലർ കൊടുക്കുന്ന കാണാറുണ്ട്. അങ്ങനെയല്ല ഇതിൻ്റെ അർത്ഥം. ഇത് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ക്ലോസ് ആണ്. അതായത് അങ്ങനെയുള്ളൊരു കണ്ടീഷണൽ സെൻറ്റൻസ് ആണ് പാസ്റ്റിലേക്ക് വരുമ്പോൾ. ഇനി ഇവിടെ നിന്ന് നമ്മൾ അടുത്തതിലേക്ക് പോകും. അടുത്തതിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ആദ്യത്തിൽ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദി എക്സാം എന്നതിൽ സ്റ്റഡി സിമ്പിൾ പ്രസന്റ് ആണ്. അതുകൊണ്ട് വില്ല് ഉപയോഗിച്ചു. അതിൻ്റെ കൂടെ ഏതാ വേർബ് വേണ്ടത്, ആ വേർബ് ഉപയോഗിക്കുന്നു. രണ്ടാമത് പറയുന്നതിൽ സ്റ്റഡീഡ് സിമ്പിൾ പാസ്റ്റ് ആണ്. അതുകൊണ്ട് പാസ്റ്റ് ഫോമിലുള്ള വുഡ് ഉപയോഗിച്ചു. ഇനി വരുന്നത് ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ശ്രദ്ധിക്കുക. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ് ദി എക്സാം. ഇവിടെ ഹാഡ് സ്റ്റഡീഡ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പുറം എന്ത് വന്നു? വുഡ് ഹാവ് പാസ്റ്റ്. അതെന്താണ്? പെർഫെക്റ്റ് ടെൻസ് ആണ്. അവിടെ വുഡ് പാസ്റ്റിലേക്ക് പോയി. അതായത് സ്റ്റഡീഡ് പാസ്റ്റ് ആണല്ലോ, അങ്ങനെ പാസ്റ്റിലേക്ക് പോയി. ഹാഡിന് പകരം വുഡിന് ശേഷം ഹാഡ് വെക്കാൻ പറ്റില്ല, വുഡിന് ശേഷം ഹാവ് വെക്കാൻ പറ്റും. അത് പെർഫെക്റ്റ് ടെൻസുമായി. തുടർന്ന് പാസ്റ്റ് വെച്ചു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹാഡ് സ്റ്റഡീഡ് ആണ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇഫ് ക്ലോസിൽ ഉള്ളതെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 ആണ് വരിക. ഈ വുഡിന് പകരം കുഡ് വരാം, കുഡ് ഹാവ് വരാം, അതുപോലെ തന്നെ പിന്നെ മൈറ്റ് ഹാവ് വരാം, പിന്നെ ഷുഡ് ഹാവും വരാം. ഐയും വിയും വരികയാണെങ്കിൽ. അടുത്ത സെൻറ്റൻസ്, ഇഫ് ഷീ ഹാഡ് പാസ്ഡ് ദി എക്സാം ഐ വുഡ് ഹാവ് ഗിവൺ ഹർ വാല്യബിൾ ഗിഫ്റ്റ്. ഇഫ് മൈ ഫാദർ ഹാഡ് ബ്രോട്ട് എ സെൽ ഫോൺ ഐ വുഡ് ഹാവ് പ്രസന്റഡ് ഇറ്റ് ടു യു. If Radhika had loved Rohit, he would have married her. If you had started a little earlier, you could have got the train. ഇവിടെ ഈ സെന്റൻസ് അറിയപ്പെടുന്നത് ഇമ്പോസിബിൾ കണ്ടീഷണൽ സെന്റൻസ് എന്ന പേരിലാണ്. ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ സാധ്യമല്ലാത്തത്. ഇതെന്താ സംഭവം? ഇത് സംഭവം നടന്നു കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇതാണ് ശരിക്കുള്ള പാസ്റ്റ്. പാസ്റ്റിൽ നടന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ ഇമ്പോസിബിൾ കണ്ടീഷണൽ സെന്റൻസ് പറയുന്നത്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ, നീ നന്നായി പഠിച്ചിരുന്നുവെങ്കിൽ യു വുഡ് ഹാവ് പാസ്ഡ് ദി എക്സാം, നീ പരീക്ഷ പാസ്സായിട്ടുണ്ടാകുമായിരുന്നു. നീ നന്നായി പഠിക്കാത്തതുകൊണ്ട് പരീക്ഷ തോറ്റുപോയി. ഇത് റിസൾട്ടിന് ശേഷമാണ് നമ്മളിത് പറയുന്നത്, റിസൾട്ടിന് മുമ്പല്ല.
റിസൾട്ടിന് മുമ്പാണ്, അതായത് പരീക്ഷ നടക്കുന്നതിന് മുമ്പാണ് എന്ത് സംഭവിക്കുന്നത്? നേരത്തെ പറഞ്ഞ സെന്റൻസ് പറയുന്നത്. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദി എക്സാം. നീ നന്നായി പഠിച്ചാൽ നീ പരീക്ഷ പാസ്സാവും, അതെനിക്ക് ബോധ്യമുണ്ട് അങ്ങനെ എന്ന് പറഞ്ഞാൽ, നമ്മൾ അങ്ങനെ ബോധ്യമുണ്ടെങ്കിലും നമുക്ക് 100% ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല ഇക്കാര്യത്തിൽ. അതുകൊണ്ട് നമ്മളൊരു 90-95% അല്ലെങ്കിൽ 99% എടുക്കുന്നു പറയും. 1% മാറ്റി വെക്കണം. രണ്ടാമതും പരീക്ഷ എഴുതുന്നതിന് മുമ്പാണ് പറയുന്നത്, ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് ദി എക്സാം. നീ നന്നായി പഠിക്കുകയാണെങ്കിൽ നീ പരീക്ഷ പാസ്സാകേണ്ടതാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് നീ നന്നായി പഠിക്കാനും പരീക്ഷ പാസ്സാകാനുള്ള സാധ്യത വിരളമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പരീക്ഷ നടന്നിട്ടില്ല. എന്നാൽ ഈ മൂന്നാമത്തെ ടൈപ്പ് സെന്റൻസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വന്നാൽ പരീക്ഷ നടന്നു, അതിന് ശേഷമാണ് പറയുന്നത്, റിസൾട്ട് വന്നതിന് ശേഷമാണ് പറയുന്നത്. ആള് തോറ്റപ്പോഴാണ് പറയുന്നത്, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ് ദി എക്സാം. നീ നന്നായി പഠിച്ചിരുന്നുവെങ്കിൽ നീ പാസ്സാകുമായിരുന്നു. നീ നന്നായി പഠിച്ചില്ല, അതുകൊണ്ട് നീ പരീക്ഷ പാസ്സായില്ല എന്നാണ് ഇതുകൊണ്ട് അർത്ഥം. അപ്പോൾ ഓർക്കുക, ഈ രണ്ടാമത് പറഞ്ഞ ഇത് പ്രോബബിൾ കണ്ടീഷണൽ സെന്റൻസ് ആണ്. അത് പാസ്റ്റിൽ ആ സെന്റൻസ് വരുന്നതുകൊണ്ട് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞു പോയ സംഭവത്തെ കുറിച്ച് പറയുന്നതാണ്. കഴിഞ്ഞു പോയ സംഭവത്തെ കുറിച്ചല്ല, വരാനിരിക്കുന്ന സംഭവത്തെ, ഫ്യൂച്ചറിനെ കുറിച്ച് എന്നാണ് പറയുന്നതെന്ന് ഓർക്കുക. ഈ മൂന്നാമത് പറഞ്ഞതാണ് ഇമ്പോസിബിൾ ആണെന്ന്. പോസിബിളേ അല്ല, ഇനി നടക്കൂല, സംഭവം നടന്നു കഴിഞ്ഞല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? സബോർഡിനേറ്റഡ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണുള്ളതെങ്കിൽ, ഉദാഹരണത്തിന് ലവ്സ് എന്നാണുള്ളതെങ്കിൽ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് വേർബ് ആണ് വേണ്ടത്. സബോർഡിനേറ്റ് ക്ലോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഫ് ക്ലോസിൽ ലവ്ഡ് എന്നാണുള്ളത്, സിമ്പിൾ പാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ വില്ലിന്റെ പാസ്റ്റ് ഫോമായ വുഡ് ഉപയോഗിക്കണം. സബോർഡിനേറ്റ് ക്ലോസിൽ അഥവാ ഇഫ് ക്ലോസിൽ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അഥവാ ഹാഡ് ലവ്ഡ് എന്നാണുള്ളതെങ്കിൽ പിന്നീട് നമ്മൾ ഉപയോഗിക്കേണ്ടത് വുഡ് പ്ലസ് ഹാവ്. അപ്പം വുഡ് ഹാവ് പ്ലസ് V3 ആണ്. ഈ ഫോർമുല മനസ്സിലെപ്പോൾ ഉണ്ടാകണം. ഇത് ചിലപ്പോൾ വില്ലിന് പകരം ക്യാനോ, മേയോ, ഷാലോ വരാം. അതുപോലെ വുഡിന് പകരം കുഡോ അല്ലെങ്കിൽ മൈറ്റോ അല്ലെങ്കിൽ ഷുഡോ വരാം. പിന്നെ അൺലെസ്സിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അൺലെസ് ഒരു നെഗറ്റീവ് വേർഡാണ്, ഇഫ് നോട്ട് എന്നാണ് അർത്ഥം. അത്രയേ ഉള്ളൂ. നിയമമെല്ലാം ഇപ്പം പറഞ്ഞതുപോലെ തന്നെ. ഉദാഹരണം നോക്കുക, യു കനോട്ട് പാസ് യുവർ എക്സാം വിത്ത് എ ഗ്രേഡ് അൺലെസ് യു സ്റ്റഡി വെൽ. ഇഫ് യു ഡു നോട്ട് സ്റ്റഡി വെൽ എന്നാണ്. അതിന് ഇഫ് നോട്ടിന് പകരം ഒറ്റ വാക്ക് ഉപയോഗിച്ചു. നീ നന്നായി പഠിക്കുന്നില്ലെങ്കിൽ നിനക്ക് പരീക്ഷ പാസ്സാകാൻ കഴിയില്ല. അത്രയേ ഉള്ളൂ. അത് സാധാരണ ഉപയോഗിക്കുന്നത് ഈ പ്രസന്റ് സിമ്പിൾ ടെൻസാണ് ഈ അൺലെസിന്റെ കൂടെ സാധാരണ ഉപയോഗിച്ച് കാണുന്നത്. അപ്പൊ അത് ഇതേ നിയമം തന്നെയാണ് ഓർക്കേണ്ടത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചിന്തിക്കേണ്ടത്, ഈ ഹാഡ് കണ്ട ഉടനെ, അതായത് നമ്മളെ മൂന്നാമത് പറഞ്ഞ കണ്ടീഷണൽ സെന്റൻസ് ഉണ്ടല്ലോ, ഇമ്പോസിബിൾ ആയിട്ടുള്ള, അതിൽ ഹാഡ് വരുന്നുണ്ടല്ലോ. അപ്പോൾ പലർക്കും ഹാഡ് കണ്ട ഉടനെ വുഡ് ഹാവ് ആണെന്നുള്ള ഒരു ചിന്ത വന്ന് പോകാറുണ്ട്. ശ്രദ്ധിക്കണം. ഇനി പറയുന്ന സെന്റൻസ് ശ്രദ്ധിക്കുക. ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഐ വുഡ് ബൈ ദാറ്റ് സ്കൂട്ടർ. ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഐ വുഡ് ബൈ ദാറ്റ് സ്കൂട്ടർ. ഇവിടെ ഹാഡ് കണ്ട ഉടനെ ഇപ്പുറം വുഡ് ഹാവ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ ഓപ്ഷനിൽ നിന്ന് എടുക്കരുത്. കാരണം ഈ ഹാഡ് ഒരു വേർബാണ്, ഇതൊരു ഓക്സിലറി വേർബ് അല്ല. ഈ ഹാഡ് ഇവിടെ ഹാഡിന് ശേഷം ഒരു വേർബിന്റെ മൂന്നാമത്തെ ഫോം വന്നിട്ടില്ല. ഇവിടെ ഉള്ളത് മണി എന്നുള്ള നൗണാണ്. അപ്പോൾ വേർബ് എവിടെയെന്ന് വെച്ചാലോ, ഈ ഹാഡ് എന്ന വേർബ്. അപ്പോൾ ഹാഡ് എന്താണ്? സാധാരണ വേർബ്. നമ്മളിപ്പം സ്റ്റഡി എന്ന് പറഞ്ഞ പോലെ, ലവ് എന്ന് പറഞ്ഞ പോലെ ഒരു വേർബിന്റെ സ്ഥാനത്താണ് ഹാഡ് നിൽക്കുന്നത്. ഇത് സിമ്പിൾ
പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അവിടെ ഹാവ് ആണുള്ളതെങ്കിലോ, ഹാവ് ആണുള്ളതെങ്കിൽ തൊട്ടപ്പുറത്ത് വില്ലാണ് വരാ. ഹാവ് എന്താണ്, പിന്നെ ഇവിടെ മെയിൻ വേർബ് തന്നെയാണ്, ഇവിടെ ഓക്സ് വേർബ് അല്ല. പക്ഷെ ഹാവിന് ഈ പ്രശ്നം വരുന്നില്ല, വരുന്നത് ഈ ഹാഡിനാണ്. ഹാഡ് കണ്ടാൽ പെട്ടെന്ന് നമ്മൾ വുഡ് ഹാവ് അല്ലേ എന്ന് ചിന്ത വരും. അങ്ങനെ വുഡ് ഹാവ് എന്ന ഓപ്ഷൻ എടുക്കും, ഉത്തരം തെറ്റും. ഹാഡിന് ശേഷം V3 ഉണ്ടോ അല്ല നൗണാണോ ഉള്ളത് നോക്കുക. V3 ഉണ്ടെങ്കിൽ വുഡ് ഹാവ് എടുക്കാം. V3 ഇല്ല, നൗണാണുള്ളതെങ്കിൽ നിങ്ങൾ വുഡ് എടുക്കാവൂ. അപ്പൊ ഈ കാര്യം നമ്മൾ ഒന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്. ഇനി പറയാനുള്ളത് ഒരു സീറോ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ അത് പരീക്ഷയിൽ വളരെ അപൂർവമായിട്ടാണ് വരുന്നത്. ഈ സീറോ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നത് ഈ പിന്നെ 100% സത്യമായ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, ഒരു ജനറൽ ട്രൂത്ത് അല്ലെങ്കിൽ പെർമനന്റ് ട്രൂത്ത് എന്ന് നമുക്ക് പറയാം. ആ പറയുന്ന കാര്യം 100% സംഭവിക്കും. അപ്പോൾ ഇഫ് യു ഹീറ്റ് വാട്ടർ അറ്റ് 100 degree സെൽഷ്യസ് ഇറ്റ് ബോയിൽസ് എന്നാണ് പറയുക. ഇറ്റ് വിൽ ബോയിൽ എന്ന് പറയേണ്ടതില്ല. ഇറ്റ് വിൽ ബോയിൽ എന്ന് പറഞ്ഞാൽ തെറ്റല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് ഇറ്റ് ബോയിൽസ് എന്നാണ്. അപ്പം 100 degree സെൽഷ്യസിൽ നമ്മൾ വെള്ളം ചൂടാക്കുമ്പോൾ സംഭവിക്കുന്നത് അത് തിളക്കും. അതിൽ ഒരു സംശയമില്ല. അതിൽ 99% ഉറപ്പുള്ള കാര്യമല്ല, 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു അർത്ഥം വരുന്ന സമയത്ത് മാത്രമേ, ഒരു പെർമനന്റ് ട്രൂത്തിനെ കാണിക്കുന്ന സെന്റൻസ് ആണെങ്കിൽ മാത്രമേ അതിനൊരു കണ്ടീഷനും ഇല്ല. അതുകൊണ്ട് അതിനെ സീറോ കണ്ടീഷണൽ എന്ന് പറയുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ പരീക്ഷ പാസ്സാണെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. പഠിച്ചാൽ തന്നെ ആ കണ്ടീഷൻ എന്താവില്ല, അത് 100% ശരിയാവണമെന്നില്ല. പക്ഷെ ഇവിടെയുള്ളത് തിളപ്പിക്കുക എന്നതാണ്. തിളപ്പിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത് അത് അല്ല, ചൂടാക്കുക എന്നുള്ളതാണ്. ചൂടാക്കുക എന്ന വെള്ളം ചൂടാക്കുമ്പോൾ, ഹീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അത് ഉറപ്പായിട്ടും തിളക്കും. അപ്പോൾ ഉറപ്പായിട്ടും തിളക്കുമെങ്കിൽ അവിടെ സീറോ ആയിട്ടാണ് വരുന്നത്. അത് കാരണമാണ് അതിനൊരു സീറോ കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇതിനപ്പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് പഠിക്കാനുണ്ടെങ്കിലും അതിലേക്ക് ഇപ്പോൾ തൽക്കാലം പോവേണ്ടതില്ല. കാരണം പരീക്ഷയിൽ സാധാരണ ഈ ടൈപ്പിലുള്ള ചോദ്യങ്ങളാണ് വന്ന് കാണുന്നത്. ഇനി പരീക്ഷയിൽ ഏതെങ്കിലും ചോദ്യം ഇതിൽ നിന്ന് വ്യത്യസ്തമായി വന്നിട്ടുണ്ടെങ്കിൽ അത്തരം ചോദ്യം നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ നമുക്ക് ആ സമയത്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.